ഓഗസ്റ്റ് മാസത്തിൻ്റെ സമാപന ദിവസങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നു. ഒരു പുതിയ മാസത്തിലേക്ക് പ്രാർത്ഥനയോടെ കാൽവെക്കേണ്ട സമയമാണ്. ഓരോ മാസങ്ങളിലും നമ്മൾ കേൾക്കുന്നത് യുദ്ധങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ. ഇതിൻ്റെ എല്ലാറ്റിൻ്റെ നടുവിൽ നാം സുരക്ഷിതരാകാൻ ഒറ്റ കാര്യം, 91 സങ്കീർത്തനം പോലെ നാം ആയിരിക്കണം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കണം, സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴെ പാർക്കണം. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് പറയാം, എൻ്റെ ദൈവം എൻ്റെ കാവലാണ്, എൻ്റെ കോട്ടയാണ് എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകും. കർത്താവ് നമ്മെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കും. രാത്രിയിലെ ഭയം നമുക്ക് ബാധിക്കില്ല. പകൽ പറക്കുന്ന അസ്ത്രത്തെ പേടിക്കാനില്ല. നമ്മുടെ വശത്ത്, വലതുവശത്തൊക്കെ 1000-10,000ങ്ങളുടെ ദുഃഖകരമായ വാർത്തയുണ്ടാകും. അത് ഈ ലോകത്തിൻ്റെ രീതിയാണ്. ഈ അന്ത്യകാലത്ത് 1000-10,000ങ്ങളൊക്കെ വീഴുന്ന ദുഃഖകരമായ വാർത്തകൾ കേൾക്കും. എന്നാൽ അത് നമ്മോട് അടുക്കില്ല. ഇത് കർത്താവിൻ ആശ്രയിക്കുന്ന, കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന വ്യക്തിയുടെ ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ആ സങ്കീർത്തനം തീരുമ്പോൾ 14-ാം വാക്യത്തിൽ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. യേശുവിനോട് പറ്റിയിരിക്കുന്നവർക്ക് വിടുതൽ ഉറപ്പാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതും അതാണ്. എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, അതിൽ നമ്മൾ ചിന്തിച്ചതാണ്. വാസ്തവമായിട്ട് നിങ്ങൾ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ. നഷ്ടപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി, എന്നെ മുഴുവൻ സൗഖ്യമാക്കി. നഷ്ടപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി, എന്നെ
മുറ്റു താരും നീതായേശുവേ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റു താരും നീതാ എന്നെ മുറ്റു താരും നീതാ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മളിന്ന് 33 മുതലാണ് ധ്യാനിക്കുന്നത്. അവർ അവനോട്, യേശുവിനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസന്മാർ ആകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇവർക്ക് പറയാനുള്ള ഒരു അഹങ്കാരമുണ്ട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ആർക്കും ദാസന്മാരായിരുന്നിട്ടില്ല. എന്നാൽ ഇത് പറയാൻ വല്ല യോഗ്യത ഇവർക്കുണ്ടോ? അബ്രഹാമിൻ്റെ സന്തതികളായ ഇവർ ദാസന്മാരായിരുന്നത് പോലെ ഭൂമിയിൽ ആരും ദാസന്മാരായിരുന്നിട്ടില്ല. കാരണം ഫെലിസ്ത്യർ, അമ്മോന്യർ, മോവാബ്യർ, കനാനിൽ ഇവർ ചെന്ന് പാർക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരെ എല്ലാം മുഴുവൻ നീക്കിക്കളയണം, അവരോട് ഇടകലരരുത്, അവരുടെ ആരാധന പഠിക്കരുത്, അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല. നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ, അബ്രഹാമായിട്ട് എനിക്ക് ഉടമ്പടിയുണ്ട്, നിങ്ങൾ തനിച്ചു പാർക്കുന്ന ജനമായിരിക്കണം. എന്നാൽ ഇവരത് ചെയ്യാതെ ജാതികളുടെ എല്ലാ മര്യാദയും ചെയ്ത് ദൈവത്തെ മറന്ന ഇവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം മുഴുവൻ നോക്കുമ്പോൾ ദൈവം അവരെ പല ജാതികൾക്കും വിറ്റെന്നാണ്. പിന്നീട് രാജാക്കന്മാരുടെ കാലത്ത് നോക്ക്, ശമൂവേലിൻ്റെ കാലത്ത് എല്ലാം ഓരോ രാജ്യക്കാരെ ഇവരെ വാണിരുന്നത്. മാത്രമല്ല യേശുവിനോട് ഇവർ ഇത് പറയുന്ന സമയത്ത് ഇവരാരാ? റോമ ഗവൺമെന്റിന്റെ കീഴെയാണ്. പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്ന, സത്യം മാത്രം പറയുന്ന കർത്താവിനോട് ഇവര് പറയുന്ന പച്ചക്കള്ളമാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, അത് സമ്മതിച്ചു, ഞങ്ങൾ ആർക്കും ദാസന്മാരായി തീർന്നിട്ടില്ല. ഇവർ ഭൂമിയിലുള്ള ഒരുമാരപ്പെട്ട എല്ലാ ആൾക്കാർക്കും ദാസ്യവേല ചെയ്തു. ഇന്ത്യക്കാരായ നമ്മൾ, ബ്രിട്ടീഷുകാർ വന്ന് കുറച്ച് നാൾ ഈ നാട് ഭരിച്ചു പോയതല്ലാതെ അതുകൊണ്ട് പല ഗുണമുണ്ടായി. നല്ല ട്രെയിൻ സംവിധാനം, അണക്കെട്ടുകൾ എന്ന് വേണ്ട പല പുരോഗതികളും പാലങ്ങളെല്ലാം കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാ. നമുക്ക് നല്ല ഭാഷ കിട്ടി. മറ്റേതല്ല, കണ്ടവരെല്ലാം ഒരു ഗുണവുമില്ലാത്തവന്മാരെല്ലാം വന്ന് വാണു. അവരുടെ തെറ്റായ സംസ്കാരം മുഴുവൻ ഇവര് പിടിച്ചെടുത്തു. അതെല്ലാം ഇവരുടെ ജീവിതത്തിലേക്ക് ഇടകലർന്നു പോയി. അവരായി പറയുന്നത്, ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് നമുക്ക് അത് ബ്രിട്ടീഷ് കോളനി ആക്കിയതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായി. അവർ ഒത്തിരി തേയിലത്തോട്ടങ്ങളുണ്ടാക്കി, പിന്നെ നമ്മുടെ എന്തോ ഓഫീർ തങ്കം എന്തോ എടുത്തുകൊണ്ട് പോയെന്നും പറഞ്ഞ് എന്തെങ്കിലും ആകട്ടെ, അവരൊരു ദിവസം ഇട്ടേച്ചു പോയി, വേറൊന്നും ചെയ്തില്ല. അവരും നമ്മളായിട്ട് ഇപ്പോഴും നല്ലൊരു ബന്ധമുണ്ട്. ഇപ്പം ചൈനയിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് എന്തൊരു പാടാണെന്നറിയാം. അവർക്ക് പല രാജ്യങ്ങളിലും എത്തിച്ചേരാൻ. ഇന്ത്യക്കാർ എത്ര വേഗത്തിലാണ് എല്ലാ രാജ്യവുമായിട്ട് ബന്ധപ്പെടുന്നത്? കാരണം ബ്രിട്ടീഷുകാരും ഇന്ത്യയുമായിട്ടുള്ള ബന്ധമാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതങ്ങനെയല്ല, കണ്ടതെല്ലാം വന്ന്, ഒരു സംസ്കാരവും ഇല്ലാത്തവരെല്ലാം വന്ന് അബ്രഹാമിൻ്റെ സന്തതിയെ അടക്കി വാണു. അതുകൊണ്ട് ഇവരുടെ സംസ്കാരം തന്നെ മോശമായി, സ്വഭാവം മോശമായി. അവരുടെ എല്ലാ തെറ്റായ ആരാധനകൾ ഇവരെടുത്തു, തെറ്റായ ജീവിതമെടുത്തു.
അഹങ്കാരമല്ലാതെ ഇവരെന്താണ് യേശുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ദാസന്മാരായിരുന്നിട്ട്. ഉടനെ യേശു പറഞ്ഞു, പാപം ചെയ്യുന്നവർ എല്ലാം പാപത്തിൻ്റെ ദാസന്മാർ. അപ്പോൾ യേശു മറ്റൊരാളുടെ ദാസനായോ ഇല്ലയോ ഒന്നും അല്ല പറയുന്നത്. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ കീഴെയാണ്. യേശു വന്നത് റോമ ഗവൺമെന്റിനെ മാറ്റിയിട്ട് ഒരു രാജ്യം സ്ഥാപിച്ച് ഇവരെ രക്ഷിക്കാനാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് സ്നാപക യോഹന്നാൻ പോലും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് യോഹന്നാൻ ജയിലിൽ കിടക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് യേശുവിനോട് ചോദിപ്പിച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ? കാരണം യോഹന്നാൻ വിചാരിച്ചത് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നത് ഈ സമയത്താണ് എന്ന് വിചാരിച്ചു. യോഹന്നാൻ അതുകൊണ്ട് ഹെരോദാവ് യോഹന്നാനെ തടവിലിട്ടപ്പോൾ യേശു കർത്താവ് രാജാവായി തീർന്നിട്ട് കുതിരപ്പുറത്ത് വന്ന് സൈന്യമായിട്ട് വന്ന് യോഹന്നാനെ തടവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ യോഹന്നാൻ എന്തോ തെറ്റിദ്ധാരണയുണ്ടായി. എന്നാൽ യേശു അതിന് മറുപടി പറഞ്ഞത്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? ഈ പറഞ്ഞതെല്ലാം അവൻ്റെ ചെരുപ്പ് കുനിഞ്ഞഴിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞൊക്കെ വെറുതെ പോയില്ല. ഞാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പുറകെ വരുന്നവൻ തീ കൊണ്ട് സ്നാനപ്പെടുത്തും. ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ആരുടെ മേൽ ഇറങ്ങുമോ അവനാണ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അപ്പം ലോകത്തിൻ്റെ പാപം ചുമക്കുക, അത് എങ്ങനെ ചുമക്കുന്നു എന്നൊന്നും യോഹന്നാൻ ചിന്തിച്ചില്ല. ജയിലിൽ കിടന്നപ്പോൾ പ്രശ്നം കൂടിയപ്പോൾ ഇനി ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണം. ഇത് തന്നെയാണ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ചൂണ്ടിക്കാണിച്ചവൻ, കർത്താവിന് വഴിയൊരുക്കിയവൻ പോലും തെറ്റിപ്പോയെങ്കിൽ നമ്മുടെ കാര്യം എന്താ? കർത്താവിൽ നിന്ന് നേരിട്ട് അരുളപ്പാടുണ്ടായ യോഹന്നാൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ടാണ് നമുക്ക് മാറ്റം ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇവരിൽ ഒരാളായി പോയാൻ. എങ്കിൽ യേശു യോഹന്നാനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞ് യോഹന്നാനെ മാനിക്കുന്നതും നമുക്ക് കാണാം. എന്നാൽ യോഹന്നാൻ ചോദിച്ച ചോദ്യത്തിന്, ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന ചോദ്യത്തിന് യേശു ആ സമയത്ത് കുറേ കൂടി രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോയി പറയുവിൻ. കുരുട്ട് കണ്ണുകളുള്ളവർ കണ്ണ് തുറക്കുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ എഴുന്നേൽക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനോട് ചെന്ന് പറയുവിൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവർ എല്ലാം ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ. യേശുവിൽ ഇടറിപ്പോകരുത്. ഈ യഹൂദന്മാർ യേശുവിൽ ഇടറിപ്പോയവരാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ. യേശു ഇവരോട് പറഞ്ഞു, വാസ്തവമായി നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. എൻ്റെ വാക്കുകളാണ് സത്യം, ആ വാക്കിൽ നിൽക്കണം. എന്നാൽ ഇവർക്ക് ആ വാക്കിലോട്ട് കണക്റ്റ് ആകുന്നില്ല. അവർ നേരെ പറയുന്നത്, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, ആർക്കും ദാസന്മാരായിരുന്നിട്ട്. യേശു അതിന് മറുപടി പറഞ്ഞു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസന്മാർ. ദാസൻ വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ വീട്ടിൽ വസിക്കുന്നു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം. അപ്പൊ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞു. ആ വാക്യമാണ് നമ്മൾ യോഹന്നാൻ 8 കണ്ടത്. 35 വാക്യം മുതൽ പറയുമ്പോൾ, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. 32 വാക്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പൊ പുത്രൻ തന്നെയാണ് ഈ സത്യം, വചനമാണ് സത്യം. അതായത് ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം, ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത വചനം. ആ വചനത്തിൽ ആര് നിലനിന്നാലും ആ വ്യക്തി ഫ്രീ ആവും, പാപത്തിൽ നിന്ന് ഫ്രീ ആവും. യേശുവിൻ്റെ വചനം വിശ്വസിക്കണം. അതായത്
യോഹന്നാൻ 1:11 മുതൽ വായിക്കുമ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായി അവരവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആ കൂട്ടത്തിൽ മലയാളിയായ എനിക്ക് നിങ്ങൾക്കും എല്ലാം അവസരം കിട്ടി, ഏവർക്കും ദൈവ മക്കളാകാൻ കർത്താവ് അധികാരം തന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. യോഹന്നാൻ 1:12 അധികാരം തന്നു, മക്കളാകാനുള്ള അധികാരം. ഒരു വലിയ പദവിയാണ്. മക്കളെന്നുള്ള അധികാരമാണ് ഏറ്റവും വലിയ അധികാരം. മകൻ, മകൾ എന്ന അധികാരം, അതിനേക്കാൾ വലിയ ഒരു അധികാരവും ഇല്ല. അതുകൊണ്ടാണ് അധികാരം എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ എന്തെങ്കിലും രാത്രി മോട്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു മോൻ അപ്പൻ്റെ പേഴ്സ് എടുത്ത് അതിൽ നിന്ന് ആ കാർഡ് എടുത്ത് ആ കാർഡ് ഉപയോഗിക്കുമ്പോൾ ഒന്നും പറയില്ല. വിശ്വസ്തനായൊരു മകനായി തീർന്നാൽ എത്ര വലിയ അനുഗ്രഹമാണ്. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ എന്ന് ആ അപ്പൻ മൂത്ത മോനോട് പറഞ്ഞതുപോലെ കർത്താവിനുള്ളതെല്ലാം നമുക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കണം. മകൻ എന്ന അധികാരം, ഏറ്റവും വലിയ അധികാരം മകൾ എന്ന അധികാരം. അതായത് ഒരു വ്യക്തി മകളായി തീരുമ്പോൾ അപ്പനുള്ളതെല്ലാം ആ മകൾക്ക്. സെലോഫഹാദ് എന്ന മനുഷ്യന് 5 പെൺകുട്ടികളുണ്ടായിരുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ നമുക്ക് കാണാം. സെലോഫഹാദിന്റെ പുത്രിമാരുടെ കാലത്ത് ആൺമക്കളില്ലെങ്കിൽ അവകാശമില്ല എന്നാണ് ന്യായപ്രമാണത്തിൽ. എന്നാൽ ഈ പെൺപിള്ളേര് ന്യായപ്രമാണം തിരുത്തിച്ചു. സെലോഫഹാദിന്റെ പുത്രിമാര് ചെന്നിട്ട് ഈ മോശയോടും അഹരോനോടൊക്കെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന മൂപ്പന്മാരോട് സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ ചെന്നു. എന്തൊരു ധൈര്യമായി ഈ 5 പെൺപിള്ളേർക്ക്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ കോരഹിന്റെ മത്സരത്തിൽ ചേർന്നിരുന്നില്ല, എന്നാൽ എൻ്റെ അപ്പൻ്റെ സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് ഇത്തിരി കയ്യിലിരിപ്പുണ്ടായി, അതുകൊണ്ട് എൻ്റെ അപ്പനെ ദൈവം ഇല്ലാതെയാക്കിയതാണ്. ആള് ശരിയല്ലായിരുന്നു, എങ്കിലും അവകാശമുള്ള ആളാണ്. ദൈവം കൊടുത്ത അവകാശമുണ്ട്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ പേര് നിലനിർത്താൻ ഞങ്ങളുടെ വീട്ടിലെ ആൺപിള്ളേരില്ല എന്ന് കരുതി ഞങ്ങൾക്ക് ആ പേര് നിലനിർത്തിക്കൂടെ? എന്തുകൊണ്ട്? പെണ്ണായി ജനിച്ചെന്ന് കരുതി ഞങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശം ലഭിക്കാതെ പോകുന്നു. പെണ്ണായാലും ആണായാലും ദൈവമല്ലേ തരുന്നത് എന്ന രീതിയിൽ അങ്ങോട്ട് സംസാരിച്ചു. മോശ ന്യായപ്രമാണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊണ്ടുവന്ന് എഴുതി കൊടുത്ത ആളാ. ആദ്യം ഒരു പ്രാവശ്യം ദൈവം എഴുതി, രണ്ടാമത് ഒന്നും കൂടി ദൈവത്തെ കൊണ്ട് എഴുതിക്കേണ്ടി വന്നു. അങ്ങനെ മനപ്പാഠം ഉള്ളിലാക്കിയ മനുഷ്യന് ഈ ചോദ്യത്തിന് മറുപടിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് ദൈവത്തോട് ചെന്ന് മോശയോട് ദൈവം പറഞ്ഞു, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്, അവർ പറയുന്നത് കറക്റ്റാ, അവർക്ക് അവകാശം കൊടുക്കണം. അങ്ങനെ അപ്പൻ്റെ അവകാശം ഈ പെൺപിള്ളേർക്ക് സ്വന്തമായി കിട്ടി. അന്ന് മുതൽ ന്യായപ്രമാണത്തിൽ ഒരു കാര്യം കൂടി എഴുതി ചേർക്കപ്പെട്ടു. ഒരു മനുഷ്യനെ ആൺമക്കളില്ലാതെ പെൺമക്കൾ മാത്രമായിട്ട് മരിച്ചാലും അവകാശം പെൺമക്കൾക്ക് കൊടുക്കണമെന്ന ഒരു പുതിയ ഒരു സംഭവം എഴുതി ചേർത്തു. എങ്ങനെ എഴുതി ചേർത്തു? ചോദിച്ചു. അവകാശം, മകൾ എന്ന ഒരവകാശത്തിൽ നിന്നുകൊണ്ട് വാദിച്ചു. മകൾ എന്ന അവകാശത്തിൽ നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പല ദൈവമക്കളും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഞാൻ പാവപ്പെട്ട ദൈവ പൈതലാണേ. ചിലർ പറയാണ്, പാവപ്പെട്ട ഈ ദൈവ പൈതലിനെ, പാവപ്പെട്ട ഒരു വിശ്വാസി, ഒരു പാവം വിശ്വാസി. നിന്നോട് ആര് പറഞ്ഞു നീ പാവം വിശ്വാസിയാണ്? നിന്റെ കാഴ്ചപ്പാട് മാറ്റണം. നിന്റെ ദൈവം സമ്പന്നനാണ്. ആ 5 പെൺകുട്ടികൾ എന്താ വാദിച്ചത്? സെലോഫഹാദിനുള്ള ഒരു 100 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ ഒരു 10 ഏക്കർ സ്ഥലം, ആ അവകാശത്തെ അവർക്ക് അറിയാം, എന്തോരം ഉണ്ടെന്ന് അറിയാം. എൻ്റെ അപ്പന് സ്വത്തില്ലായിരുന്നെങ്കിലോ ചോദിക്കോ? ഇല്ല. അപ്പൊ അപ്പൻ്റെ സ്വത്ത് അവർക്ക് അറിയാം, അതുകൊണ്ട് അവർക്ക് ചോദിക്കാൻ ധൈര്യം തോന്നിയത്.
ഞങ്ങൾ സെലോഫഹാദിൻ്റെ മക്കളല്ലേ, 5 പെൺപിള്ളേർ. അപ്പന് ദൈവമല്ലേ കൊടുത്തത്, അതുകൊണ്ട് ഞങ്ങളുടെ അവകാശം. ഇതുപോലെ അപ്പൻ ആരാണെന്ന് ശരിയായ ബോധ്യം വന്നാൽ പ്രാർത്ഥനയുടെ രീതി മാറും, നമ്മുടെ ഫെയ്ത്തിൻ്റെ ലെവല് മാറും. ഏറ്റവും വലിയ അധികാരം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകും. പുത്രൻ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അതാണ്. പുത്രൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ മക്കളായി മാറി. മക്കൾ ഒരിക്കലും വീട്ടുമുറ്റത്ത് നിന്ന് കോളിംബെല്ല് അടിച്ച് അമ്മാ എന്ന് പറഞ്ഞ് കൈനീട്ടുകയല്ല, നേരെ അകത്തോട്ട് കയറുകയാണ്. കോളിംബെല്ല് അടിച്ച് തുറക്കാനായിട്ട് ലേറ്റായ വിവരം അറിയും, ആ മക്കളാണ്. ഓടിച്ചെന്ന് തുറക്കും, നേരെ എല്ലാ മുറിയിലും കയറും. ഒരു മുറിയായിട്ട് വല്ലതും വെച്ചിട്ടുണ്ടോ? അതുമില്ല. എല്ലാ മുറിയിലും വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കും, എല്ലാ പാത്രവും പൊക്കി നോക്കും, അതിനകത്തുള്ള എല്ലാം എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ അമ്മയ്ക്കോ അപ്പനോ തിന്നാൻ വെച്ചത് പോലും എടുത്ത് തിന്നും, വേറെ ആർക്കെങ്കിലും വെച്ചതും എടുത്ത് തിന്നും. അതൊക്കെ ആ സമയത്തെ വിശപ്പ് പോലെ ഇരിക്കും. വല്ല പന്ത് കളിയും കഴിഞ്ഞ് വന്നതാണെങ്കിൽ തീർന്നു, പിന്നെ വേറെ ആർക്കും അവിടെ ഒന്നും കിട്ടത്തുമില്ല. ഇതൊക്കെയാണ് പുത്രൻ പുത്രി എന്നൊക്കെ പറയുന്ന ആ വലിയ പദവി. അത് ആ അവകാശത്തിൻ്റെ മാന്യതയാണ്. ആ അവകാശം നമ്മൾ ഉപയോഗിക്കാറില്ല എന്നുള്ള ഒരു തെറ്റ് നമുക്കുണ്ട്. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അപ്പൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളെ ഉപയോഗിച്ചു. പ്രാർത്ഥനയോടെ, ബഹുമാനത്തോടെ, ഭയഭക്തിയോടെ. നമ്മൾ മാതാപിതാക്കളോട് പെരുമാറുന്നത് തൻ്റെ ഇടമല്ല യേശു കർത്താവ് ഭൂമിയിൽ പിതാവിനോട് കാണിച്ചത്. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന്. അപ്പോൾ എബ്രായലേഖനം അങ്ങനെ പറയുന്നത്, ഭയഭക്തി. നമ്മുടെ പിതാവ് സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവവല്ലഭനാണ്. എന്തും പുതുതായി ഉണ്ടാക്കി തരാൻ കഴിയുന്നവനാണ്. ഉള്ളത് മാത്രം അതിൽ നിന്ന് എടുത്തു തരുന്നവനല്ല, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാണ്. റോമർ 4:17 പറയും, എന്തില്ലയോ അതിനെ വിളിച്ചു വരുത്തി നിനക്ക് തരും. ആ കർത്താവിൽ വിശ്വസിക്കണം. ഇന്ന് ഇത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഈ അവകാശബോധത്തിലേക്ക് വരിക. യഹൂദന്മാർക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാത്തതിനായിട്ട് നാം ദൈവത്തെ സ്തുതിക്കണം. അവനെ കൈക്കൊണ്ട് എല്ലാവരും മക്കളായി മാറി. യേശുവിനെ പോലെ നമുക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ കർത്താവ് തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. മക്കളും അവകാശികളുമാക്കി പരിശുദ്ധാത്മാവിനെ തന്നു സ്വർഗത്തിൽ പേരെഴുതി ഞങ്ങളുടെ അവകാശത്തിൽ ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. ഇന്നിത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ അവരുടെ നന്മകൾ അവർ തിരിച്ചറിഞ്ഞത് പ്രാപിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ഓരോ മക്കളെയും സഹായിക്കും. ഇന്ന് സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ വഴികളെല്ലാം ആമേ അത്ഭുതമായി തുറക്കണമേ. സാമ്പത്തികമായ ഒരു ഉറവ അവർക്ക് തുറക്കണമേ. ഒരു പുതിയ പുത്തൻ വാതിൽ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. അതുപോലെ ശാരീരികമായ രോഗബന്ധനങ്ങൾ, അത് പിശാചിൻ്റെ ഒരു അടിമത്തമാണല്ലോ, ഞങ്ങളതിനെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം തല മുതൽ പാദം വരെ ഇത് കേൾക്കുന്നവരുടെ മേൽ വരട്ടെ. സൗഖ്യമാകട്ടെ. മാനസിക ഫലമുണ്ടാകട്ടെ. മക്കളെന്ന ആ മാനസിക ഫലം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത്ഭുതകരമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്ഭുതങ്ങളായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനം മറ്റുള്ളവർക്കും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണുക മാത്രമല്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാകാം. ഈ പ്രാർത്ഥന ഈ മീഡിയയിലൂടെ വരുമ്പോൾ അതിന് വലിയ ചെലവുള്ളത് കൊണ്ട് നിങ്ങളുടെയും ഒരു ചെറിയ കൂട്ടായ്മ സാമ്പത്തിക കാര്യത്തിൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.